മെസ്സിനെ ഫിഫ പറ്റിപ്പെടുത്തുന്നത് മെസ്സിനെ ചിലപ്പോൾ ഫിഫക്ക് ആവശ്യം ഉണ്ടാവും. കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ തന്നെ മെസ്സിയാണ്. മനസ്സിലായില്ലേ? കാരണം MLS എന്ന് പറയുന്ന ഒരു ലീഗിലേക്ക് പോയിട്ട് അവിടെ ഒന്നും അല്ലാത്തൊരു ടീം 17 18 സ്ഥാനത്തുള്ള ഒരു ടീം അഡ്രസ്സ് പോലും ഇല്ലാത്തൊരു ടീമിന് പോയ സീസണിൽ തന്നെ കപ്പ്, പിറ്റത്തെ സീസണിൽ ലീഗ് കപ്പ്, രണ്ട് കപ്പിലും മെസ്സി ബെസ്റ്റ് പ്ലെയർ. ബാസ്കറ്റ് റഗ്ബിനെക്കാളും വാല്യൂ അവിടെ ഫുട്ബോളിനുണ്ടാക്കി. അവിടെ ഉണ്ടായ ഒരുപാട് സ്പോർട്സ് സ്റ്റാറിനെക്കാളും മാർക്കറ്റ് വാല്യൂ മെസ്സിക്കാണ്. ലോകത്തെ ഏറ്റവും മികച്ച സമ്പാദ്യ രാജ്യമാണ് അമേരിക്കയിൽ ഫുട്ബോളിനൊന്നും വലിയൊരു വിലയില്ല ബാക്കിയുള്ള സ്പോർട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. ബാസ്കറ്റ് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഫുട്ബോളിന് ഏറ്റവും മികച്ച പ്രാധാന്യം മെസ്സി നൽകി. ലെജൻസുകൾ, പല സ്പോർട്സിലെ ലെജൻസുകൾ മെസ്സിന്റെ കളി കാണാൻ വരുന്നു. മെസ്സിന്റെ കാലിനടിക്ക് പോകും, അതിനെന്താ സംശയമുള്ളത്? അതിപ്പോ മെസ്സി പോകുന്നതല്ല, മെസ്സിന്റെ കാലിനടിക്ക് ഇവർ വരും. കാരണം ഫുട്ബോൾ പറഞ്ഞാൽ മെസ്സി തന്നെയാണ്. ഓൻ തന്നെയാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ഫുട്ബോളിന്റെ. അപ്പോൾ എന്റെ കാലിനടിക്ക് ഫിഫ പോകും, ഫിഫ വാലണ്ടിയർ ആദ്യം എടുത്തു കൊടുക്കും, എന്ത് വേണം കൊടുക്കും. അതിനൊന്നും നിങ്ങൾ കൂക്കിയിട്ട് കരുത്തിട്ട് കാര്യമില്ല. മെസ്സിക്ക് അസിസ്റ്റിനും ഗോളിനൊന്നും ഫിഫ സെറ്റ് ആക്കി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. 5 നെതർലാൻഡ് പ്ലെയറെ ഫിഫ സെറ്റ് ആക്കി കൊടുത്താൽ വേൾഡ് കപ്പിൽ അസിസ്റ്റ് കൊടുക്കാനും മൊഴിനകത്ത് ഡി മരിയാന്റെ അസിസ്റ്റിൽ ഗ്രൗണ്ട് ഷോട്ട് ഗോൾ അടിക്കാനും ഗോളിനും മെക്സിക്കോന്റെ പ്ലെയറിനെ സെറ്റ് ആക്കി കൊടുത്താൽ, കവാഡിയോളിനെ സെറ്റ് ആക്കി കൊടുത്താൽ മെസ്സിക്ക് 50 മീറ്റർ 50 യാർഡ് റൺ ചെയ്തിട്ട് അസിസ്റ്റ് കൊടുക്കാൻ, അതൊന്നും സെറ്റിംഗ് ആക്കാൻ പറ്റില്ലല്ലോ.